ഹാർട്ട് അറ്റാക്കും ശരിക്കും കാർഡിയാക് അറസ്റ്റും തമ്മിൽ എന്താണ് ശരിക്കും ഡിഫറൻസ് ഉള്ളത്? ഇപ്പോഴത്തെ ഒരു കാലത്ത് കണ്ടുവരുന്ന ഒരു സംഭവം, നമ്മൾ ആഫ്റ്റർ കോവിഡ് എല്ലാം തളർന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു പ്രശ്നം, അത് ഇത് കണക്റ്റഡ് ആണോ? ശരിക്കും ഈ ഒരു ലക്ഷണങ്ങൾ എന്തായിരിക്കും ഹാർട്ട് അറ്റാക്ക്? എനിക്കിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സാധ്യത ഉണ്ടോ എന്നുള്ളത്? ഞങ്ങൾ കണ്ടുവരുന്ന 90% പേരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയുന്നത് ഗ്യാസിന്റെ ആണ്, അസിഡിറ്റി ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് വിലപ്പെട്ട സമയം പോകും. പിന്നെ അമിതമായ ടെൻഷൻ, ഇതെല്ലാം ഒരു ഹൃദയാഘാതത്തിന് കാരണമാകും. ശരിക്കും പറഞ്ഞാൽ ഈ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ എന്തായിരിക്കും? നമസ്കാരം. ചാലക്കുടിയിൽ നമുക്ക് കാർഡിയാക്കിന് ഒരു എക്സ്ക്ലൂസീവ് കെയർ കിട്ടുന്ന ഒരു ക്ലിനിക് ഉണ്ട്, ലൈഫ് കെയർ ക്ലിനിക്. നമ്മുടെ സിത്താര നഗറിലാണ്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഡോക്ടർ തോമസ് ജോൺ പാലിയിലാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം. എന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ നൽകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. എന്തൊക്കെ സേവനങ്ങളാണ് നമ്മുടെ ഈ ലൈഫ് കെയർ ക്ലിനിക്കിൽ ലഭ്യമാകുന്നത്? പറഞ്ഞതുപോലെ ഇതൊരു എക്സ്ക്ലൂസീവ് കാർഡിയോളജി ക്ലിനിക്കാണ്. നമുക്കറിയാം, ചാലക്കുടി മേഖലയിൽ കാർഡിയോളജി സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്. അപ്പോൾ ഒരു ഫുൾ കാർഡിയാക് കെയർ കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കോംപ്രഹെൻസീവ് കാർഡിയാക് എവാലുവേഷൻ ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ഇവിടെ വരുന്ന കാർഡിയോളജി വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഒരു ഇലക്ട്രോകാർഡിയോഗ്രാം, ECG, എക്കോകാർഡിയോഗ്രാം, ട്രെഡ്മിൽ ടെസ്റ്റ്, ഹോൾട്ടർ മുതലായവ, ബ്ലഡ് ടെസ്റ്റുകൾ, ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ എമർജൻസി ആയ ഒരു അറ്റാക്ക് നിർണ്ണയിക്കാനുള്ള ട്രോപ്പോണിൻ ടെസ്റ്റ്, ഇതുപോലെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ട്രീറ്റ്മെന്റും ഫെസിലിറ്റീസും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഇൻപേഷ്യൻസ് ഉണ്ടാവും. നമ്മൾ ഇവിടെ എമർജൻസി ഐഡന്റിഫൈ ചെയ്യാനോ ട്രീറ്റ്മെന്റ് ഇനീഷ്യൽ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഹോസ്പിറ്റലൈസേഷൻ വേണ്ട രോഗികൾക്ക് അവരെ CCMK ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെന്റും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ